ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമുക്ക് മലയാളം സെക്കൻഡിൽ ഒരു മനോഹരമായ ഒരു പാഠഭാഗം പഠിക്കാനുണ്ടല്ലോ. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ അല്ലേ തുള്ളൽ മഹാകാവ്യത്തിൽ അത്രമാത്രം പ്രസക്തിയുള്ള ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്ങത്തുള്ളൽ എന്നിവ മലയാള സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്ത നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ മനോഹരമായ ഒരു തുള്ളൽ കാവ്യമാണ് അല്പമല്ല ഭുജിക്കുന്നു. ഏതാണ് മക്കളെ? അല്പമല്ല ഭുജിക്കുന്നു. ഈ പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത്. അല്പമല്ല ഭുജിക്കുന്നു കുഞ്ചൻ നമ്പ്യാർ. നമുക്കറിയാം, അല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നർത്ഥം അല്ലേ? ഭുജിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക. അപ്പൊ കുറച്ചൊന്നല്ല കഴിക്കുന്നത് അല്ലേ? കുറച്ചൊന്നും അല്ല എന്ത് മക്കളെ കഴിക്കുന്നത്. കുറച്ചൊന്നും അല്ല കഴിക്കും. നമ്മൾ ഒരുപാട് കഴിക്കും. രാവിലെ ദോശയും സാമ്പാറാണെങ്കിൽ ഉച്ചക്ക് മന്തി, വൈകുന്നേരം 4 പഴംപൊരിയും ചായയും, രാത്രിയാണെങ്കിലോ പൊറോട്ടയും ബീഫും. എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല. അപ്പൊ മലയാളികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ആർത്തി എത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നമ്മ സമകാലിക ലോകത്ത് നർമ്മപ്രധാനത്തിൽ വലിയ അർത്ഥപ്രസക്തിയുള്ള ഒരു മനോഹരമായ ഒരു തുള്ളൽ കാവ്യമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു കവിത. അപ്പോൾ നമുക്ക് ഈ കവിതയിലേക്ക് പെട്ടെന്ന് കടന്നു പോകാം. എല്ലാവർക്കും കണക്റ്റായി പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് അല്പമല്ല ഭുജിക്കുക എന്നത്. നമുക്ക് നോക്കാം. ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊത്തിരി എത്താൻ മതിയേ മതി അല്ലേ? ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊത്തിരി എത്താൻ മതിയേ മതി. ഭക്ഷണം ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചോറ് കിട്ടിയാൽ കുഴച്ച് ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് ഉരുളയാക്കി പിന്നെ മതി. ചില ആളെന്താണ് ആ ചോറ് മെല്ലെ കഴിക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണല്ലേ. അപ്പോൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഭക്ഷണം നന്നായി കഴിക്കുന്ന ആൾക്കാരുണ്ട്, ആർത്തി മൂത്ത് ഈ കഴുത്തിൻ്റെ അറ്റം വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മലയാളികൾ ഭക്ഷണം അങ്ങേയറ്റം രുചിച്ച് ആസ്വദിച്ച് ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലുള്ളവരാണെങ്കിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരില്ലേ, അവരെ കുറിച്ചൊക്കെ ഒരു ഹാസ്യത്തിൽ പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ് നമ്മുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. അപ്പം നമുക്കിനി അടിപൊളിയായിട്ടൊരു കവിതയൊന്ന് കിടലായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാം. അല്പമല്ല ഭുജിക്കുന്നു, കുറച്ചൊന്നല്ല കഴിക്കുന്നേ, ഒരുപാട് കഴിക്കുന്നുണ്ട്. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം, കണ്ണൻ പഴം, കാളിപ്പഴം, നല്ല പഞ്ചസാര ഗുളം തേനും, പപ്പടങ്ങൾ പലകൂട്ടം, ഇഞ്ചിമാങ്ങ, നല്ല നാരങ്ങാക്കറി, വേപ്പില കട്ടി, പരിപ്പും പച്ചടിച്ചാറും, കരിമ്പിൻ നീർ, നല്ല പാലും തരിമ്പും, സംശയം എന്നെ വിളമ്പുന്നു വേണ്ടുവോളം അല്ലേ? എന്താ പറയണേ? ഒരു കല്യാണ വീടാണ്. നമുക്കൊരു കല്യാണ വീട് എന്ന് പറയാം കേട്ടോ. ഒരു കല്യാണ വീടാണ് നമ്മുടെ എന്താണ് കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എന്താ മനുഷ്യന്മാർ ചെയ്യുന്നത്? നല്ല ചോറ്, അതിന് നെയ്യ് കൂട്ടി, നല്ല നേന്ത്രപ്പഴക്കായും കൂട്ടി, നല്ല വണ്ണൻ പഴവും കണ്ണൻ പഴവും കാളിപ്പഴവും, നല്ല പഞ്ചസാര ഗുളം തേനും, പപ്പടങ്ങളും പലകൂട്ടം, ഇഞ്ചിമാങ്ങ, നല്ല കറികളും കൂട്ടി കഴിക്കുകയാണ്. ഒരു പിടി അങ്ങ് പിടിക്കുകയാണല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും അദ്ദേഹം കഴിക്കുകയാണ് മനുഷ്യന്മാർ. പിന്നെയോ നല്ല വണ്ണൻ പഴം, കണ്ണൻ പഴം, കാളിപ്പഴം, നല്ല പഞ്ചസാര ഗുണം എല്ലാം തീർത്ത് നല്ല അടിപൊളി കഴിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പപ്പടങ്ങളുണ്ട് പലകൂട്ടം, ഇഞ്ചിമാങ്ങ, നല്ല നാരങ്ങക്കറിയുണ്ട്, വേപ്പില കട്ടിയുണ്ട്, പരിപ്പും പച്ചടിച്ചാറുമുണ്ട്, കരിമ്പിൻ നീരുമുണ്ട്. എല്ലാം കൂട്ടി ഇവർ കഴിക്കുകയാണ്. ഈ ഒരു ആസ്വാദനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നല്ല പോലെ ഭക്ഷണം കഴിക്കുന്ന നമ്പൂതിരിമാരുടെ, ബ്രാഹ്മണന്മാരുടെ കല്യാണത്തെക്കുറിച്ച് വിമർശിക്കുകയാണ് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ അല്ലേ. നല്ല ചോറ് നല്ല നെയ്യും കഴിക്കുന്നു, അതിനപ്പുറം എന്തുണ്ട്? നല്ല നേന്ത്രപ്പഴക്കായുണ്ട്, നല്ല വണ്ണൻ പഴം, തടിച്ച 3 പഴങ്ങളുടെ പേരാട്ടോ, വണ്ണൻ പഴം, കണ്ണൻ പഴം, കാളിപ്പഴം. പിന്നെയോ പഞ്ചസാര ഗുളം, അത് നല്ല മധുരമുള്ള ഒരു പലഹാരം അവിടെയുണ്ട്. പിന്നെ കൂടാതെ പപ്പടങ്ങൾ, പപ്പടങ്ങളുണ്ട്, പലകൂട്ടം ഇഞ്ചിമാങ്ങ കറികളുണ്ട്, നാരങ്ങ കറിയുണ്ട്, വേപ്പില കട്ടി, പരിപ്പും പച്ചടിച്ചാറുണ്ട്. ഇതൊക്കെ കൂട്ടി അടിപൊളി ഊണ കഴിക്കുന്നത്. തീർന്നോ ഇല്ല. കരിമ്പിൻ നീർ പോലെ മധുരമുള്ള എന്തുണ്ട്? നല്ല പാലും ഉണ്ട്. പിന്നെയോ വിളമ്പുന്നു വേണ്ടുവോളം വറുത്ത ഉപ്പേരികൾ, ഒരുപാട് ഉപ്പേരികളുണ്ട്. വേണ്ടുവോളമുള്ള ഉപ്പേരികളും കൂട്ടി അവരങ്ങ് സദ്യ കഴിക്കുകയാണ് മതിമറന്ന്. നല്ല ശർക്കര ഉപ്പേരിയുണ്ട്. പിന്നെയോ ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും, ചെറുതുമ്പപ്പൂവിനെ പോലെയുള്ള ഉപ്പ് അല്ലേ, ചോറ് അല്ലേ, ചോറുണ്ട്, ചെറുതുമ്പപ്പൂ പോലെയുള്ള ചോറുണ്ട്. പിന്നെയോ വെളുത്ത ഉപ്പുണ്ട്. ഉപ്പ് പിന്നെ കറുത്തുണ്ടാവുമല്ലോ, പക്ഷെ കവി എഴുതി അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റൂ. ഓക്കെ. ഇപ്പം എന്താണ്? ചോറുണ്ട്, ചെറുതുമ്പപ്പൂവിനൊത്തും
ചെറുതുമ്പപ്പൂവിനെ പോലെ ഒന്നിൻ്റെ മക്കളെ നല്ല ചോറ് വിളമ്പുന്നുണ്ട്, വെളുത്ത ഉപ്പുണ്ട്. ഇതൊക്കെ കൂട്ടി ആസ്വദിച്ച് കഴിക്കുകയാണ് ആര്? നമ്മുടെ ബ്രാഹ്മണന്മാരെ. ഇതിനെയാണ് കവി പറയുന്നത്, ഇതിനെയാണ് കവി വിമർശിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ആർത്തി മൂത്ത് കഴിക്കുന്നത് എന്ന് കവി പറയുകയാണ്. എരിശ്ശേരി 4 കൂട്ടം, പ്രഥമൻ 5 കൂട്ടം, പുളിശ്ശേരി 2 കൂട്ടം. ഇപ്പം എന്താ മക്കളെ പറയുന്നത്? എരിശ്ശേരി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, പ്രഥമനുണ്ട്. പായസത്തെ കുറിച്ചാണ് പറയുന്നത്. എരിശ്ശേരി 4 കൂട്ടമുണ്ട്, പ്രഥമൻ 5 കൂട്ടമുണ്ട്, പുളിശ്ശേരി ഉണ്ട്. ഇപ്പൊ പുളിശ്ശേരിയും എരിശ്ശേരിയും എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് ചോറ്. പപ്പടം എന്നും ഇപ്പൊ ആൾക്കാർ ഉറക്കെ വിളിച്ചു പറയാണ്, പപ്പടം ഇല്ലേ, പപ്പടം വേണം, പപ്പടം അല്ലേ. പപ്പടത്തിന് വേണ്ടി അടിയൊക്കെ നടക്കുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. കല്യാണ വീട്ടിലെ വാർത്ത കാണുന്നില്ലേ, പപ്പടത്തിന് വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ അടിയാക്കി പെണ്ണിൻ്റെ വീട്ടിൽ അടിയാക്കി നോക്കി. ഓക്കെ, പപ്പടം എന്നൊരു കൂട്ടർ വിളിച്ചു പറയുന്നുണ്ട് കല്യാണ വീട്ടിൽ, പപ്പടം എന്ന്. പിന്നെയോ പഴം വേണമെന്ന് വേറെ ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട്. പച്ചടി വേണം അല്ലെ, ചോറായി എന്ന് മിസ്റ്റർ പോഞ്ഞിക്കാര കല്യാണരാമൻ പറയുന്നില്ലേ, തൈരും കൂട്ടി കഴിക്കാനായിട്ട്. അതേപോലെ കുറേ ആൾ ഉറക്കെ പപ്പടം എന്ന് വിളിച്ചു പറയുന്നു. പിന്നെയോ പായസം എന്ന് വിളിച്ചു പറയുന്നു, പച്ചടി എന്ന് വിളിച്ചു പറയുന്നു. പരിപ്പെന്നും ഒരു ഘോഷം, അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായി, അട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. അല്ലേ, എന്താ മക്കളെ പറയുന്നേ? എന്താ മക്കളെ പറയുന്നത്? എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എത്ര കഴിച്ചാലും അവരുടെ വയറ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. എത്ര കഴിച്ചാലും നോ എന്ന് പറയാത്ത, കഴിച്ചാലും മതി വരാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. പച്ചടി എന്നും പഴമെന്നും എല്ലാം വിളിച്ചു പറയുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിലെ ഒട്ടനവധി കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ കാലത്തും പ്രസക്തിയുള്ള ഒരു പാഠഭാഗം തന്നെയാണ്. അല്ല മക്കളെ, ഇന്നും അങ്ങനെ തന്നെയല്ലേ? എത്ര കഴിച്ചാലും മതി വരാത്ത സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഇന്നും ഇല്ലേ? ചോറ് കഴിഞ്ഞാൽ വീണ്ടും ചോറെന്ന് പറയും, പുളിശ്ശേരി കഴിഞ്ഞാൽ വീണ്ടും പുളിശ്ശേരി എന്ന് പറയും. പിന്നെന്താണ്, കൂട്ടുകറി കഴിഞ്ഞാൽ വീണ്ടും കൂട്ടുകറി എന്ന് പറയും. നമുക്ക് എത്ര കഴിച്ചാലും നമ്മുടെ വയറ് നിറയേയില്ല. നമ്മുടെ വയറ് ഇങ്ങനെ കാളി നമ്മുടെ കൂടെ നിന്ന് പോവും. ആ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു നേർസാക്ഷ്യമാണ് ഈ കവിത എന്ന് പറയുന്നത് അല്ലേ. പപ്പടം ഒരു ആൾക്കാർ വിളിച്ച് പറയാണ് പപ്പടം വേണമെന്ന്, ചെറിയ ആൾക്കാർ വിളിച്ച് പറയാണ് പഴം വേണമെന്ന്, ചെറിയ ആൾക്കാർ തൈരെന്ന് വിളിച്ച് പറയാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു സമൂഹം. ഈ ഭക്ഷണത്തോടുള്ള ആർത്തി, ഭക്ഷണത്തോടുള്ള അത്യാർത്തി, അത് മലയാളികളെ എങ്ങനെ മാറ്റുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ആര് ചെയ്യുന്നത്? കുഞ്ഞൻ നമ്പ്യാർ ചെയ്യുന്നത്. എത്ര കഴിച്ചാലും, ഈ മക്കൾ ലാസ്റ്റ് വരി നോക്കുക, കഴുത്തോളം പൂർണ്ണമായി, അട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. എത്ര കഴിച്ചാലും ആർക്കും തൃപ്തിയില്ലാത്ത സമൂഹം, എത്ര കഴിച്ചാലും തൃപ്തിയില്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ ഏത് മക്കളെ? അല്പമല്ല ഭുജിക്കുന്നു. സെറ്റല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുന്നേ കുഞ്ചൻ നമ്പ്യാർ ആരാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ച് പഠിച്ചു പോകാം. കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിലെ 1705 1770 പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവൻ. അപ്പൊ തുള്ളൽ കലയെ കൊണ്ടുവന്നല്ലേ? ഏതൊക്കെയാണ് മക്കളെ? ഓട്ടം തുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയാൻ തുള്ളൽ നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യ കവികളിൽ പ്രധാനിയായ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല. ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ആപ്പീസിനടുത്തുള്ള കിള്ളിക്കുരിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പൃഥുദേശമായ കിടങ്ങല്ലൂരെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ പ്രധാനിയായ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണ പുകഴ്ത്തുന്ന കല്യാണ സൗഗന്ധികത്തിൽ ഈ വരികൾ പ്രസിദ്ധമാണ്. അപ്പം മക്കളെ, ഈ കവിതയിലൂടെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ജീവചരിത്രത്തിലൂടെ പറയുന്നത് എന്താണ്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മലയാള സാഹിത്യത്തിൽ, നമ്മുടെ നിത്യസംഭവങ്ങളുമായി ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് ഭക്ഷണത്തിൻ്റെ ആർത്തി ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനമായും ആവിഷ്കരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ആർത്തി എന്നതിനപ്പുറം
മലയാളിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭ്രമത്തെക്കുറിച്ചാണ്. മതിഭ്രമം ഇതിനോട്, ഭക്ഷണത്തിനോടിനപ്പുറത്തേക്ക് സർവ്വ എല്ലാ കാര്യങ്ങളോടും. വസ്ത്രങ്ങൾ ആർത്തിയുണ്ട്, ഭക്ഷണത്തോട് മാത്രമാണോ? അല്ല. ഭക്ഷണത്തിനോട് മാത്രമാണോ? അല്ല. കാറിനോട്, വീടിനോട്, ബൈക്കിനോട്, സമ്പത്തിനോട്, എല്ലാത്തിനോടും മലയാളിക്ക് ആർത്തി കൂടി വരികയാണ്. ഇത്തരത്തിൽ ആർത്തി കൂടി വരുമ്പോൾ നമ്മുടെ സമാധാനം, നമ്മുടെ മറ്റുള്ള നമ്മുടെ മൂല്യബോധങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതി വിശേഷണത്തിലേക്ക് നമ്മൾ പോകും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് ഒരു മനോഹരമായ കാവ്യം രചിക്കാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർക്ക് സാധിച്ചു. നമ്മുടെ കവിതയുടെ ആശയം പെട്ടെന്ന് വായിച്ചു പോലെ എങ്ങനെയാണെന്ന് നോക്കിയാലോ. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യവും നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളും പരിചയപ്പെടുത്തുകയാണ് നമ്പ്യാർ. ഒരു കാലഘട്ടത്തിൽ തൊഴിലൊന്നും ചെയ്യാതെ തന്നെ 3 നേരവും സുഭിക്ഷമായി മൂക്കുമുട്ടെ ഭക്ഷിക്കുന്ന സവർണ മേധാവികളുടെ ഭക്ഷണ ശ്രമത്തെ, സവർണ മേധാവികൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാര്, അവരുടെ ഭക്ഷണ ശ്രമത്തെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും എഴുതിയ വരികളാണ്. അപ്പോൾ സവർണ മേധാക്കളുടെ ആ ഒരു ജീവിതശൈലി വിമർശിച്ചുകൊണ്ടാണ് കവിത എഴുതിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മലയാളികളുടെ രുചി വൈവിധ്യത്തിൻ്റെ ഒരു ചാർട്ട് തന്നെ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെയും രുചി വൈവിധ്യത്തിൻ്റെയും പട്ടികയാണ് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളൽ കൃതി. അപ്പം മലയാളികളുടെ ഭക്ഷണത്തോടുള്ള താല്പര്യത്തിൻ്റെ ഒരു മധ്യപ്രഭമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതി എന്ന് പറയുന്നത്. ഹാസ്യത്തിൻ്റെയും വിമർശനത്തിൻ്റെയും തലങ്ങൾ വേണ്ടുവോളം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ കലവറ തന്നെയാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. മലയാളികളുടെ രുചി വൈവിധ്യങ്ങൾ എക്കാലത്തും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളികളോടും സമ്പന്നമായ രുചിയിടങ്ങൾ മറ്റെങ്ങുമില്ലെന്ന് തന്നെ പറയാം. അപ്പം മലയാളിയുടെ രുചി വൈഭവം, മലയാളിക്ക് എപ്പോഴും ഭക്ഷണം ഒരു വികാരമായി മാറാറുണ്ട്. ആ ഭക്ഷണ വികാരങ്ങളൊക്കെ ഉൾച്ചേർത്ത് കൊണ്ടുള്ള ഒരു പാഠഭാഗമാണിതെന്ന് കാണാൻ സാധിക്കും. പപ്പടവും പഴവും പായസവും നെയ്യും പരിപ്പും തുമ്പപ്പൂ ചോറും മലയാളികളുടെ മനസ്സും ഹൃദയവും നാവും വയറും ഒരുപോലെ നിറയ്ക്കുന്നവയാണ്. മലയാളിയുടെ മനസ്സും വയറും എല്ലാം നിറച്ചവയാണ് ഈ ചോറും ഈ പലതരം കറികളെല്ലാം തന്നെ. മലയാളിത്തെ രുചികൾ തേടി നാട് കടന്നും കടൽ കടന്നും ആൾക്കാർ വരുന്നത് നമുക്കറിയാം. അപ്പം മലയാളിയുടെ തനത് രുചി തേടി കടൽ കടന്നു പോലും ആൾക്കാർ വരുന്നുണ്ട് നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം മലയാളിക്ക് ഭക്ഷണം എത്രമാത്രം പ്രിയമാണ്, അത്രയും പ്രിയമാണ് ഒരുപാട് കഴിക്കാനും. ആ ഒരു ആർത്തിയാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. കാലങ്ങൾക്കനുസരിച്ച് രുചിഭേദങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് എങ്കിലും പാരമ്പര്യ തനിമയുള്ള രുചിക്കൂട്ടുകൾ തന്നെയാണ് ഇന്നും മലയാളി രുചികളെ വേറിട്ടതാക്കുന്നത്. അപ്പോൾ പാരമ്പര്യ തനിമയുള്ള രുചിക്കൂട്ടുകൾ ഇന്നും മലയാളികളെ വേറിട്ടതാക്കുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ എല്ലാ കൃതികളിലും സാമൂഹിക വിമർശനത്തിൻ്റെ തലം വളരെ രസകരമായും സരസമായും അവതരിപ്പിക്കുക പതിവാണ്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ എല്ലാ കൃതികളിലും ഈ ഒരു സാമൂഹിക തലം അവതരിപ്പിക്കാറുണ്ട്. സാമൂഹിക വിമർശനമാണ് കുഞ്ചൻ നമ്പ്യാരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്പ്യാരുടെ കവിതകളിൽ മുഴച്ചു നിൽക്കുന്നത് എങ്കിലും നമ്പ്യാരുടെ പദപ്രയോഗങ്ങളും വാക്യങ്ങൾ തമ്മിലുള്ള പദചേരുവകളും വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നതായി കാണാം. അപ്പോൾ വാക്യങ്ങൾ തമ്മിലുള്ള ചേരുവ മനോഹരമായി ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് മക്കളെ. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചൊന്ന് പോകാം. ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു. ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തുക. അല്ലേ, ചെറുതുമ്പപ്പൂ പോലുള്ള ചോറും ഉപ്പും ഒക്കെ വിളമ്പുകയാണ്. ഇതിന്റെ കാവ്യപ്രയോഗ ഭംഗി എന്താണ് എന്നാണ് ചോദ്യം. ഒരു 5 മാർക്കിന്റെ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അസാമാന്യമായ ഭാഷയുണ്ട് കുഞ്ചൻ നമ്പ്യാർക്ക്. തൻ്റെ വാക്കുകളിൽ കടന്നു വരുന്ന വർണ്ണനകളും അലങ്കാര പ്രയോഗങ്ങളും എല്ലാ കാലത്തും വായനക്കാരൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. പദസംയോഗങ്ങളുടെ ഉള്ളിൽ കടന്ന് എത്രമാത്രം ആഴത്തിൽ അവയെ മനോഹരമാക്കാൻ കഴിയുമോ അത്രയും മനോഹരമായ ഉപമകൾ കൊണ്ട് നമ്പ്യാർ വാക്കുകൾക്ക് പുനർഭാവം നൽകും. അത്രയും കാവ്യപ്രയോഗമുള്ള ഒരു ഭംഗിയുള്ള എഴുത്ത് ആർക്കുണ്ട് മക്കളെ? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർക്കുണ്ട് എന്ന് പറയുന്നു. നമ്പ്യാരുടെ കൃതികളിൽ നിറയുന്ന വാങ്മയ രൂപങ്ങളുടെ മനോഹാരിത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാണ് കുഞ്ചൻ നമ്പ്യാരുടെ എന്ത് മക്കളെ ആ രീതി എന്ന് പറയുന്നത്. ചെറിയ തുമ്പപ്പൂ പോലത്തെ ചോറിനൊപ്പം വെളുത്ത ഉപ്പും വിളമ്പുന്നു എന്ന് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി. വാക്കുകൾ തമ്മിലുള്ള ചേർച്ചയ്ക്ക് വേണ്ടി കവി ഉപയോഗിക്കുന്ന ആദ്യാക്ഷര പ്രാസവും ഉപമയും വളരെ മനോഹരമായ വാങ്മയ ചിത്രങ്ങൾ വായനക്കാരൻ സംഭാവന ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമായ വാങ്മയ ചിത്രങ്ങൾ സംഭാവന ചെയ്യാൻ ഈ വരികൾക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം ഇതാണ്. ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും
ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ? സന്ദർഭങ്ങൾ കണ്ടെത്തുക. എങ്ങനെയാണ് ഭക്ഷണ കൊതിയന്മാരെ ഈ പാഠഭാഗത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ഭക്ഷണം എങ്ങനെയാണ് ഈ പാഠഭാഗത്തിൻ്റെ ഒരു അടിസ്ഥാനമായി കടന്നു വന്നിരിക്കുന്നത് ചോദ്യം. പപ്പടം എന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി എന്നും പരിപ്പെന്നും ഒരു കോശം അല്ലേ? കുറേ ആൾക്കാർ പപ്പടം വേണമെന്ന് പറയുന്നു, ചെറിയ ആൾക്കാർ എന്താണ് പഴം വേണമെന്ന് പറയുന്നു. എത്ര കിട്ടിയാലും മതി വരാത്ത ആൾക്കാരുടെ ഒരു ഭക്ഷണ സംസ്കാരം ഇവിടെ കാണാൻ സാധിക്കും. സദ്യ ഉണ്ണുന്നതിൻ്റെയും തീരുന്നതിൻ്റെയും തിരക്കിൽ ആളുകൾ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിഭവങ്ങൾ വേണമെന്ന് വിളിച്ചു പറയുന്ന തിരക്കാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരം ഇവിടെ കാണാൻ സാധിക്കുന്നു. അടുത്തൊരു ചോദ്യം ഇതാണ്. അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായി അട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം അല്ലേ? എത്ര കിട്ടിയാലും മതിവരാത്ത സമൂഹം, എത്ര തിന്നാലും മതിവരാത്ത സമൂഹം ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം എത്ര കിട്ടിയാലും മതിവരാത്ത ആൾക്കാരുടെ ഭക്ഷണ സംസ്കാരമാണ് ഇവിടെ പറയുന്നത്. ഫലിതം, സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ മറ്റു കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. മക്കളെ 7 മാർക്കിൻ്റെ ചോദ്യം ആട്ടോ. എന്താണ് ചോദ്യം? എന്താണ്? സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ എന്ത് തയ്യാറാക്കാൻ? ഉപന്യാസം തയ്യാറാക്കാനുള്ള ചോദ്യം. നമുക്ക് എങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കുക? ഒരു തലക്കെട്ട് വേണമല്ലേ? ഇപ്പം എന്താണ് നമുക്ക് തലക്കെട്ട് കൊടുക്കുക? നമുക്ക് തമാശക്കൊരു തലക്കെട്ട് കൊടുക്കുക. ആർത്തിയും അത്യാർത്തിയും അല്ലേ? ഒരു തലക്കെട്ട് വേണ്ട. കുഞ്ചൻ നമ്പ്യാരെ പോലെ തന്നെ നമുക്ക് തലക്കെട്ട് കൊടുക്കാം. ആർത്തിയും അത്യാർത്തിയും തമാശ രൂപത്തിലുള്ള ഒരു തലക്കെട്ട്. എന്ത് എഴുതാം? ആമുഖം വേണം. കൈരളിയുടെ പൊട്ടിച്ചിരിയാണ് തുള്ളൽ കവിത. കൈരളി വെച്ചാൽ കേരളം. കേരളത്തിൻ്റെ പൊട്ടിച്ചിരിയാണ് തുള്ളൽ കവിതകൾ. തുള്ളൽ 3 വിധമുണ്ട്. കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതിനാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് തുള്ളൽ? പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ എന്ന് എ ഡി ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതുതന്നെ അന്ന് നിലനിന്നിരുന്ന സവർണ മേധാവിത്വത്തിനോടുള്ള കവിയുടെ എതിർപ്പാണ് എന്നും സമൂഹത്തോടും മനുഷ്യനോടും നമ്പ്യാർ പുലർത്തുന്ന പ്രതിപത്തിയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അല്ലെ? സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാക്കി അദ്ദേഹം തുള്ളലിനെ മാറ്റിയത് തൻ്റെ വിമർശനങ്ങളെ രേഖപ്പെടുത്തുന്നതാണ്. നമ്പ്യാർക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. ആ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയാണ് നമ്പ്യാർ ഒരുപാട് കവിതകൾ എഴുതിയതെന്ന് നമുക്ക് പറയാനായി സാധിക്കും. മാത്രമല്ല കേരളീയ തനിമയാണ് നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര. തൻ്റെ കാലത്തെ ജനങ്ങളെ മാതൃകയാക്കിയാണ് നമ്പ്യാർ എല്ലാ സൃഷ്ടികളും നടത്തുന്നത്. ജാതി വ്യവസ്ഥ, നാട്ടറിവ്, മൂല്യബോധം, മാനവികത തുടങ്ങി നിരവധി ഘടകങ്ങൾ നമ്പ്യാർ കവിതകളുടെ പ്രത്യേകതയാണ്. അപ്പം നിരവധി ഘടകങ്ങൾ നമ്പ്യാർ കവിതകളിലുണ്ട്. സമൂഹത്തിൽ സാധാരണക്കാർക്ക് ആഹാരം പോലും കഴിക്കാനില്ലാത്ത കാലത്ത് പോലും മൂക്കുമുട്ടെ തിന്നും കുടിച്ചും എത്ര തന്നെ തിന്നാലും മതിവരാത്തവരായും നിൽക്കുന്ന ആൾക്കാരോടുള്ള നമ്പ്യാരുടെ വിമർശനമാണ് ഈ കൃതി പ്രദർശിപ്പിക്കുന്നത്. ഇപ്പം എത്ര തിന്നാലും മതിവരാത്ത ആൾക്കാരോടുള്ള വിമർശനമാണ് നമ്പ്യാരുടെ ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. സിനിമ വേനലിൽ ഒരു മഴ, ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. അടുത്തൊരു പാട്ട്. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്തത്താനാതിന്തത്താനാതിന്തത്തിന്തിന്തോ, തനതിന്തത്താനാതിന്തത്താനാതിന്തത്തിന്തിന്തോം. സാൾട്ട് അല്ലെ? സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിലെ വരികളാണ്. ഓക്കെ. മുളകരച്ചൊരുക്കിയ പരമീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ എന്നൊക്കെ വരിയുണ്ട്. ഇത് റഫീഖ് അഹമ്മദിൻ്റെ വരികളാണ്. കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്ര ഗാനങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? മക്കളെ 5 മാർക്കിൻ്റെ ചോദ്യം പൊതുവായിട്ട് വരാം. 2 സിനിമ പാട്ട് വന്നിട്ട് അതിലൂടെ ഭക്ഷണ പാരമ്പര്യം കേരളത്തിൻ്റെ എന്താണെന്ന് ചോദ്യം വരാം. ഇപ്പം എന്ത് എഴുതാൻ പറ്റണം? നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഇപ്പം എങ്ങനെ എഴുതാൻ പറ്റും? കേരളത്തിൻ്റെ
ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചുള്ള ധാരാളം സിനിമകളും കൃതികളും പാട്ടുകളും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. അത്രമേൽ മനോഹരമായതും ഇമ്പമുള്ളതുമാണ് കേരളീയരുടെ രുചിക്കൂട്ടുകൾ, അല്ലേ? അപ്പൊ കേരളീയരുടെ രുചിക്കൂട്ട് വെച്ചാൽ അത്രയേറെ ടേസ്റ്റിയാണ്, ഇമ്പമുള്ളതും മധുരമുള്ളതാണെന്ന് പറയുന്നു. എത്ര തന്നെ കാലം പുരോഗമിച്ചാലും പഴമയുടെ രുചിക്കൂട്ടുകൾ തേടി യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും, അല്ലേ? പഴമയുടെ രുചിക്കൂട്ടുകൾ തേടി യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത്രമേൽ രുചികരവും ഗുണകരവുമായിരുന്ന ഭക്ഷണ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ രുചികരമായ ഗുണകരമായ ഭക്ഷണ പാരമ്പര്യം നമുക്കുണ്ട്. ആ ഭക്ഷണ പാരമ്പര്യത്തെക്കുറിച്ചും ഇതുപോലെ പുറത്തൊരു കവിതയോ സിനിമാ പാട്ടോ എഴുതാൻ വന്നാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. കേരളത്തിലെ നാടൻ വിഭവങ്ങൾ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയ്ക്കുമെന്നത് എല്ലാ മലയാളികൾക്കും അറിയാം. പപ്പടവും പരിപ്പും പ്രഥമനും പോലെ തന്നെ നാവിനെയും മനസ്സിനെയും ഒരുപോലെ രസച്ചാറിൽ ആരാടിക്കുന്നതാണ് നമ്മുടെ നാടൻ മത്സ്യമാംസ വിഭവങ്ങൾ. ഇപ്പം നാടൻ മത്സ്യമാംസ വിഭവങ്ങൾ എപ്പോഴും നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു അനുഭവം തരാറുണ്ട്. നമ്മുടെ നാടൻ വിഭവങ്ങളെല്ലാം തന്നെ മനോഹരമായ കൂട്ടുകൾ ചേർന്നതാണ്. കൂട്ടുകൾ ഓരോരുത്തരും ഓരോ നാടും ചേർക്കുന്നതും വ്യത്യസ്തവുമാണ്. ഈ രുചിക്കൂട്ടുകൾ ചേർന്നാണ് നാവിൽ രസമുകുളങ്ങളെ ത്രസിപ്പിക്കുന്നത്. അപ്പോൾ രുചിക്കൂട്ടുകൾ തേടി നമ്മുടെ നാവിൽ ഒരു രസമുകുളങ്ങൾ കുമിളകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുടംപുളി ഇട്ടുവെച്ച ചെമ്മീൻ കറിയും വറുത്തതും പൊരിച്ചതുമായ മീനും എല്ലാ രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയും ഈ വറുത്ത മീനുമെല്ലാം മലയാളികളുടെ രുചി സംസ്കാരത്തെക്കുറിച്ച് കാണിക്കുകയാണ് സിനിമാ പാട്ടിലൂടെ ചെയ്യുന്നത്. നാട്ടിലെ പുഴയിൽ നിന്ന് പിടിക്കുന്ന നല്ല പച്ച പരൽ മീനിൽ മുളകരച്ച് വെച്ച കറി കൂട്ടുമ്പോൾ ഉള്ള അനുഭൂതിയാണ് സാൾട്ട് ആൻഡ് പേപ്പറും സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാട്ടിലെ മീൻ പിടിച്ച് അത് മുളകിട്ട് വെച്ച് തിന്നുന്ന സുഖം അനുഭൂതി ഇവിടെ സിനിമാ പാട്ട് നമുക്ക് മലയാളികൾ കഴിച്ച ഫീല് കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട്. പരൽ മീൻ കറി ആസ്വദിച്ച് കഴിച്ച ഒരാളുടെ അനുഭവ സാക്ഷ്യമാണ് ഈ പാട്ട് കേട്ട് പരൽ മീൻ കറി കഴിക്കാൻ കൊതിച്ചു പോവുകയും അത്രമേൽ ഇമ്പത്തിലാണ് ഈ വരികൾ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണം കഴിക്കാൻ പാകത്തിന് ഇമ്പത്തിലാണ് ഈ ഭക്ഷണം നമ്മോട് താല്പര്യം വരുന്ന രീതിയിലാണ് ഈ കവിതകൾ നമ്മോട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം ഇതാണ്: മലയാളികളുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം മലയാളിയുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം നോക്കാം. നമുക്ക് 5 മാർക്കിന്റെ ചോദ്യം വരാട്ടോ. കുറിപ്പ് തയ്യാറാക്കുക. അതൊക്കെ ഉപന്യാസവും വരാട്ടോ. ചിലപ്പോൾ ഇത് ഉപന്യാസമായും വരാൻ ചാൻസ് ഉണ്ട് മക്കളെ ഈ ചോദ്യം. മലയാളികളുടെ രുചി വൈവിധ്യങ്ങൾ എത്ര പറഞ്ഞാലും പങ്കുവെച്ചാലും തീരാത്തത്രയുണ്ടല്ലോ. കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടേത് മാത്രമായ രുചികൾ നാം ഇന്നും പിന്തുടരുന്നുണ്ട്, അല്ലേ? കാലം എത്ര കഴിഞ്ഞാലും നമ്മുടേത് മാത്രമായ രുചികൾ നാം പിന്തുടരുന്നുണ്ട്. കുടംപുളിയിട്ട മീൻ കറി, കപ്പ, അല്ലേ? പിന്നെന്താ നല്ല വറുത്ത ചിക്കൻ കറി, നല്ല ബീഫ് റോസ്റ്റ്, ഇതൊക്കെ അപ്പം, ഇതൊക്കെ നമ്മൾ എത്ര കഴിഞ്ഞാലും മലയാളി മറക്കാത്ത ഭക്ഷണമാണ്. കഞ്ഞി ചോറും, അല്ലേ? നല്ല സാമ്പാർ കൂട്ടൽ, ഇതൊക്കെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അതിനിടയിൽ ആർത്തി മൂത്ത് നിന്ന ഭക്ഷണ സംസ്കാരങ്ങൾ നമുക്കൊരു ഭാഗത്തുണ്ട് എന്നത് സത്യമായൊരു കാര്യം തന്നെയാണ്. പാരമ്പര്യമായ രുചി സങ്കല്പങ്ങൾക്ക് പ്രാദേശിക ദേശഭേദങ്ങൾ ഉണ്ട് എങ്കിലും മലയാളികൾക്ക് പൊതുവായ ചില ഭക്ഷണശീലങ്ങളുണ്ട്. കാലത്തിനും ദേശത്തിനും പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്കുമൊക്കെ അതീതമായി മലയാളികളുടെ പൊതുവായ രുചി വൈവിധ്യങ്ങൾക്ക് ലോക സാഹിത്യത്തിൽ പോലും സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലോക സാഹിത്യത്തിൽ പോലും മലയാളികളുടെ രുചി വൈവിധ്യത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നാണ് സാരം. ചലച്ചിത്ര ഗാനങ്ങളായും കഥയായും സിനിമയായും മലയാളികളുടെ രുചിഭേദങ്ങൾ പലയിടങ്ങളിൽ അടയാളപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലയാളിയുടെ രുചി പലയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമയായും സാഹിത്യമായും എല്ലാം വളരെ ആരോഗ്യപരമായ ഭക്ഷണ രീതികളാണ് ഒരു കാലം അത്രയും മലയാളികൾ തുടർന്നു പോകുന്നത്. ഒരു കാലം അത്രയും മലയാളികൾക്ക് നല്ല ആരോഗ്യമായ ഭക്ഷണം ഉണ്ടായിരുന്നു, കഞ്ഞിയും പയറും ചോറും സാമ്പാറും ഒക്കെ. പിന്നീട് ഫാസ്റ്റ് ഫുഡിലേക്ക്, എരിവും മസാലയും ചേർത്ത ഫുഡിലേക്ക്, കബാബിലേക്കും കബ്സയിലേക്കും അൽഫാമിലേക്കും പെരി ഹണി, പിന്നെ ചിക്കൻ പൊള്ളിച്ചത്, അതിലേക്കൊക്കെ നമ്മൾ പോയി, മന്തിയിലൊക്കെ, അല്ലേ? അപ്പം നമ്മൾ വയറും ആരോഗ്യവും ഒക്കെ കേടാവാൻ തുടങ്ങി. ആട്ടിയ വെളിച്ചെണ്ണയും സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ചേർന്ന് ശരീരത്തിന് ദോഷമില്ലാത്ത ഒരു ഭക്ഷണ പാരമ്പര്യമാണ് കേരളീയർ പിന്തുടരുന്നത്. എന്നാൽ ഇന്നാകട്ടെ മലയാളികളുടെ ജീവിത തിരക്കുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഉടനടി പാകം ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്റ്റന്റ് ദോശപ്പൊടി, പെട്ടെന്നാക്കുന്ന ദോശ, ഇൻസ്റ്റന്റ് പുട്ട്, ഇൻസ്റ്റന്റ് അപ്പം, ഇതൊക്കെയാണ് നമുക്കിഷ്ടം. തരത്തിലുള്ള ഇൻസ്റ്റന്റ് ഭക്ഷണ രീതികളോടും നിറവും കൃത്രിമമായ മണവും രുചിയുമുള്ള ഭക്ഷണ രീതികളോടും മലയാളികളുടെ ഭ്രമം കൂടി വരുന്നതായി കാണാം. അപ്പോൾ പുതിയ രീതിയിൽ മലയാളികളുടെ ഭ്രമം കൂടി വരികയാണ്.
എന്നാൽ ഇത്തരം ആഹാരശീലങ്ങൾ ജീവിത രീതിയിൽ ക്രമാതീതമായ മാറ്റം കൊണ്ടുവരികയും ഇത്തരം ആഹാരശീലങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരികയാണ്. രോഗങ്ങൾ നമ്മളെ തേടി വരികയാണ്. ശരീരത്തെ രോഗപൂർണ്ണമാക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിനെ രോഗപൂർണ്ണമാക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിന് സാധിക്കുന്നതാണ് സാരം. പഴയ കാലത്തിനെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിലും കുട്ടികളിലും വരെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ വരെ ഇന്ന് ചെറുപ്പക്കാരെന്നോ വയസ്സായവരെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ വരുന്നു. അതിന് കാരണം എന്താണ് മക്കളെ? ഇത്തരത്തിലുള്ള പുതിയ ഭക്ഷണങ്ങൾ നമ്മൾ സ്വീകരിച്ച് കടന്നു പോകുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. നല്ല ജീവിതത്തിന് ഒരു നല്ല ആഹാര രീതി പിന്തുടരേണ്ടത് അനിവാര്യമാണ് അല്ലേ. നല്ല ജീവിതം, നല്ല ആഹാര രീതി നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നു എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന വലിയ ഒരു സന്ദേശം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് തുള്ളൽ സാഹിത്യം എന്താണെന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. നമ്മൾ തുള്ളൽ എന്ന് കേട്ടില്ലല്ലോ, എന്തൊക്കെയാണ് തുള്ളൽ എന്ന് നമുക്ക് പെട്ടെന്ന് പഠിച്ചാലോ. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ പല അംശങ്ങളും സ്വീകരിച്ച് സർവജനസ്പർശിയായ ഒരു കലാസാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ തുള്ളലിന് രൂപം നൽകുകയാണ് നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. വേഷത്തെ അടിസ്ഥാനമാക്കിയും മറ്റും ഓട്ടംതുള്ളൽ, ശീതങ്കത്തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ മൂന്നായും തുള്ളലുകളെ തരംതിരിക്കുന്നുണ്ട്. ഈ 3 വിഭാഗം തുള്ളലുകൾക്കും പ്രത്യേകം കൃതികളും നമ്പ്യാർ രചിച്ചിട്ടുണ്ട് അല്ലെ. ഈ 3 കൃതികൾക്കും വേറെ എന്താണ്, ഈ 3 തുള്ളലുകൾക്കും വേറെ കൃതിയാണ് എന്ന് കാണാൻ സാധിക്കും. ഒന്ന് സ്പീഡിലാണ്, പിന്നെ ചെറിയ സ്പീഡിൽ, പിന്നെ നോർമലായിട്ട് പതിഞ്ഞ രീതിയിൽ. ഇങ്ങനെയാണ് ഈ തുള്ളൽ കാവ്യങ്ങൾ കാണാൻ സാധിക്കുക. സ്വമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം തുടങ്ങിയവ ഓട്ടംതുള്ളലിനും, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ ശീതങ്കത്തുള്ളലിനും, ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം, സഭാപ്രവേശം എന്നിവ പറയൻതുള്ളൽ വിഭാഗത്തിലുമാണ് കാണാൻ സാധിക്കുക. ഫലിത പരിഹാസങ്ങളും യഥാർത്ഥവും സ്വാഭാവികവുമായ വർണ്ണനകളും നിറഞ്ഞ തുള്ളൽ കൃതികളിൽ പുരാണ കഥകളാണ് ആധാരമാക്കിയിട്ടുള്ളത്. അപ്പോൾ പുരാണ കഥകളൊക്കെ ഈ തുള്ളൽ കൃതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം നിരവധി തുള്ളൽ കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം നിരവധി തുള്ളൽ കൃതികൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന ഈ തുള്ളൽ കൃതിയിലൂടെ മലയാളിയുടെ ഭക്ഷണത്തോടുള്ള ആർത്തി, എത്ര തിന്നാലും മതി വരാത്ത മലയാളിയുടെ ഭക്ഷണത്തോടുള്ള ഒരു ആർത്തിയുള്ള സംസ്കാരം, രോഗം വിളിച്ചു വരുത്തുന്ന രീതി, ഇതൊക്കെയാണ് ഈ ഒരു കവിതയിൽ ചർച്ച ചെയ്യുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്ത മലയാളി, അട്ടമുട്ടത്ത് നിന്ന് പപ്പടമെന്നും പച്ചടിയെന്നും പിന്നെ ഉപ്പേരിയെന്നും വിളിച്ചൊതുന്ന മലയാളിക്ക് ഇന്ന് ഫാസ്റ്റ് ഫുഡിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ. ചമ്മന്തിയിൽ നിന്നും മന്തിയിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ കൂടി വരികയാണ്. ആശുപത്രിയിലേക്ക് ക്യൂ നിന്നാണ് ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എത്രമാത്രം മലയാളിയുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആർത്തിമൂത്ത് പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഈ ഭക്ഷണത്തോടുള്ള മലയാളിയുടെ ആർത്തി ചർച്ച ചെയ്യുന്ന മനോഹരമായ, എന്നാൽ മലയാളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ സൗന്ദര്യം കൂടി ചർച്ച ചെയ്യുന്ന മനോഹരമായ തുള്ളൽ കാവ്യമാണ് അല്പമല്ല ഭുജിക്കുന്നു. എക്സാമിന് അതീവ പ്രാധാന്യമുള്ള ചാപ്റ്ററാണ്. നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.